വൈകുന്നേരം എല്ലാവരും ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുന്ന സമയത്താണ് ദാസന്റെ ഫോണിലേക്ക് മഹേഷിന്റെ കോള് വന്നത്. മഹിയെ, നീ നാട്ടിലെത്തിയോടാ? വേദികയുടെയും വിരയന്റെയും അച്ഛൻ മഹേഷ് എന്ന മഹിയായിരുന്നു അത്. ഓ, അങ്ങനെയാണോ? അപ്പോ പിള്ളേരുടെ കാര്യോ? ഓ, എന്തിനാ മോളെ ഹോസ്റ്റലൊക്കെ നിർത്തുന്നത്? ഞങ്ങൾ ഇവിടെയില്ലേ, മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവാ, ഞങ്ങളുടെ കൂടെ നിർത്താം. കുറച്ചു നേരം കൂടി മഹിയോട് സംസാരിച്ച് ഫോൺ വെച്ച് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ദാസൻ പോയിരുന്നു. എന്താ അച്ഛാ? ദാസന്റെ മുഖത്തെ പ്രയാസം കണ്ട് ദർശൻ ചോദിച്ചു. അത് മോനെ, ആ പിള്ളേരില്ലേ, അന്ന് നീ ചെന്നൈയിൽ വെച്ച് പരിചയപ്പെട്ട വേദികയും വിരയനും, അവര് നാട്ടിലെത്തിയിട്ടുണ്ട്. ഓ, അവരെത്തിയോ? ആ, 2 ദിവസം മുൻപ് അവരെല്ലാവരും നാട്ടിലെത്തി. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. മഹിയുടെ അമ്മയ്ക്ക് വയ്യാതെയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. അവരെല്ലാവരും ഇപ്പോൾ ഹോസ്പിറ്റലാണ്. പക്ഷേ എല്ലാവർക്കും കൂടി അവിടെ നിൽക്കാൻ പറ്റില്ല. പിള്ളേർക്ക് ഹോസ്പിറ്റലിലെ അന്തരീക്ഷം അത്ര പിടിക്കില്ലല്ലോ. തറവാട്ടിൽ ആരുമില്ലാതെ അവരെ അവിടെ നിർത്താനും പറ്റില്ല. ആ പയ്യൻ ഏതോ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി നിന്നോളാമെന്ന് പറഞ്ഞു. പിന്നെ ആ പെൺകൊച്ചിനെ ഹോസ്റ്റലാക്കാമെന്നാണ് മഹി പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ. അത് നന്നായി. നമ്മൾ ഇവിടെയുള്ളപ്പോൾ ഹോസ്റ്റലൊക്കെ നിർത്തുന്നത് മോശമല്ലേ? രാധിക കൂട്ടിച്ചേർത്തു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, നേരെ ഇത്രയായില്ലേ? ഇപ്പോൾ തന്നെ ഇറങ്ങണോ? അത് വേണ്ട, വീട്ടിലേക്ക് അത്ര ദൂരമൊന്നുമില്ലല്ലോ. രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാറാവുമ്പോഴേക്കുമൊക്കെ പോയാൽ പോരെ? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുകയല്ലേ നമ്മൾ, ഹരിദാസ് പറഞ്ഞു. മാത്രമല്ല ക്യാരംസ് കളിച്ചില്ലല്ലോ ഞങ്ങൾ. അമ്മ ഇപ്പോൾ തന്നെ പോകുമോ എന്ന പേടിയിൽ വെപ്രാളത്തോടെ വർഷ പറഞ്ഞു. അവരെല്ലാവരും ക്യാരംസ് കളിക്കുന്ന വിശേഷങ്ങളൊക്കെ കല്ലു അവളോട് പറഞ്ഞിരുന്നു. അപ്പോൾ തൊട്ട് അവൾക്കും അവരുടെ ഒപ്പം കളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് കളിക്കാമെന്ന് ദർശൻ അവൾക്ക് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഒരു ദിവസം ആവാം. മോളെ, ഇനി രാത്രി കൂടെ ഇവിടുന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ? വളരെ പതുക്കിയാണ് ലത വർഷയോടത് പറഞ്ഞതെങ്കിലും അവരെ തന്നെ ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് എല്ലാവരും അത് കേട്ടിരുന്നു. ഒരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ ആൻറ്റി. എന്തായാലും രാത്രി ഭക്ഷണം പുറത്തുനിന്ന് ഞങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ എന്ത് ബുദ്ധിമുട്ട് ഇവിടെ? ലതയൊന്ന് വിച്ചുവിനെ നോക്കി. അവൾ കണ്ണടച്ച് കാണിച്ച് അങ്ങനെയാവട്ടെ എന്ന് സമ്മതം കൊടുത്തു. പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പക്ഷേ ഇവനെ ഓർത്തിട്ടാണ്. ചിലപ്പോൾ രാത്രി ചെന്ന് കഴിയുമ്പോൾ പറയും എനിക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടെന്ന്. പിന്നെ രാത്രി മുഴുവൻ സിസ്റ്റത്തിൻ്റെ മുൻപിലിരിക്കും. അതുകൊണ്ടാ അവനോട് ഞാൻ ചോദിച്ചത്. എന്നാ വാ, നമുക്ക് കളിക്കാൻ പോകാം. ഇനിയും ഇവിടെ ഇരുന്നാലേ അമ്മ ചിലപ്പോൾ വീണ്ടും അഭിപ്രായം മാറ്റും. വർഷ പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു. രാധിക കപ്പുകൾ കൊണ്ട് വെക്കാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ ലതയും അവർക്കൊപ്പം എഴുന്നേറ്റു. മാലതി അപ്പോഴേക്കും രാധികയോട് പറഞ്ഞിട്ട് ഉണങ്ങിയ തുണികൾ മുകളിൽ നിന്ന് എടുക്കുവാനായി പോയി. ദർശനാണ് ക്യാരം ബോർഡെല്ലാം സെറ്റ് ചെയ്യാനായി ആദ്യം തന്നെ പോയത്. അവൻ മുകളിൽ നിന്നും എല്ലാം റെഡിയായെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ കല്ലുവും വർഷയും മുകളിലേക്ക് നടന്നു. അവർ പകുതി കയറിയിട്ടും ദേവിയും വിവേകും അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് വർഷ അവരെ മുകളിലേക്ക് വരാൻ നിർബന്ധിച്ചു. 1-2 തവണ നിർബന്ധിച്ചപ്പോൾ ദേവി എഴുന്നേറ്റു. അവൾക്ക് പുറകിലായി വിവേകും നടന്നു. പെട്ടെന്ന് കാൽ തെറ്റി ദേവി വീഴാൻ പോയപ്പോൾ വിവേക് അവൾ വീഴാതിരിക്കാൻ കൈകൾ കൊണ്ട് അവളുടെ 2 തോളിലുമായി പിടിച്ചു നിർത്തി. ശ്രദ്ധിച്ച്. അവളെ ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം അവൻ പറഞ്ഞു. ഈ രംഗം കണ്ടുകൊണ്ടാണ് ലത അങ്ങോട്ടേക്ക് വന്നത്. തൻ്റെ മകൻ്റെ നെഞ്ചോരം ചേർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടി. ഇങ്ങനെയൊരു രംഗം കുറേ നാളുകളായി അവൾ മനസ്സിൽ സ്വപ്നം കാണുന്ന ഒന്നാണ്. നിമിഷ നേരം കൊണ്ട് തന്നെ ആ അമ്മ മനസ്സ് പല സ്വപ്നങ്ങളും നെയ്തുകൂട്ടി. സന്ധ്യ കഴിഞ്ഞിട്ടും പിള്ളേര് കളി നിർത്തിയിട്ടില്ല. വല്ലപ്പോഴൊക്കെ ഒത്തു കളിക്കുന്നതല്ലേ, കളിക്കട്ടെ എന്ന് ദാസൻ പറഞ്ഞതുകൊണ്ട് രാധികയും ലതയും അവരെ വിളിക്കാനും പോയില്ല. ലതയും രാധികയും ദാസനും ഇരുന്ന് പണ്ടത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. മാലതി കുറച്ച് ദൂരെയായി മാറിയിരിപ്പുണ്ട്. ഇങ്ങോട്ടേക്ക് ഇരുന്നൂടെ മാലതി, എന്തിനാ അവിടെ മാറിയിരിക്കുന്നത്? ലത ചോദിച്ചു. ഓ, ഞങ്ങൾ പറഞ്ഞു മടുത്തതാ, അവൾ അവിടെ ഇരിക്കൂ. രാധിക മാലതിയെ കുറ്റപ്പെടുത്തുന്നത് പോലെ പറഞ്ഞു. അമ്മയുള്ള കാലം തൊട്ട് ശീലിപ്പിച്ചതാ ചേച്ചി, പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. ചെറിയ ചമ്മലോടെ മാലതി പറഞ്ഞു. അല്ല പത്മ, നിന്റെ ബ്രോക്കർ വലിയമ്മ ഇപ്പോൾ എവിടെയാണ്? വയ്യാണ്ട് കിടപ്പിലാണ് ആള്. ബ്രോക്കർ വല്യമ്മ, ലത ചിരിച്ചു. ഹരി ഇപ്പോഴും മറന്നിട്ടില്ല അതൊന്നും. കേട്ടോ രാധികെ, എൻ്റെ വല്യമ്മയായി പറയുന്നത്. ആള് ബ്രോക്കറാണോ ചേച്ചി? ഏയ് അല്ല, ഇവൻ അങ്ങനെയാ കളിയാക്കി വിളിക്കുന്നത്. പിന്നെ വിളിക്കാതെ. അവരൊന്ന് ആഞ്ഞ് ശ്രമിച്ചിരുന്നുവെങ്കിൽ നിനക്ക് ചിലപ്പോൾ എന്നെ ഭർത്താവായി കിട്ടില്ലായിരുന്നു. അതെന്താ ചേച്ചി?
ദാസൻ പറഞ്ഞത് വ്യക്തമാക്കാതെ രാധിക ലതയോട് തിരക്കി. അതെ, ഞങ്ങളുടെ തറവാട്ടിലെ എൻ്റെ ഏട്ടനും പിന്നെ ഈ വല്യമ്മയുടെ 2 മക്കളുമാണ് ആൺകുട്ടികളായിട്ടുണ്ടായിരുന്നത്. ഇവർ 3 പേരും അത്യാവശ്യം എല്ലാ കുരുത്തക്കേടുകളും കാട്ടുന്നവരാണ്. അതുകൊണ്ട് തന്നെ തറവാട്ടിൽ എല്ലാവർക്കും അവിടെയുള്ളവർക്കുമൊക്കെ ഇഷ്ടം ഈ ഹരിയാണ്. പ്രത്യേകിച്ച് വല്യമ്മയ്ക്ക്. ആളുടെ മക്കൾ കുരുത്തക്കേടിൻ്റെ രാജാക്കന്മാരായിരുന്നു. അപ്പോൾ വല്യമ്മയ്ക്കൊരു മോഹം, പെണ്ണായി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തറവാട്ടിൽ. അപ്പോൾ എന്നെയും ദാസനെയും തമ്മിൽ കെട്ടിക്കാൻ വല്യമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു. രാധിക അറിയാതെ ചിരിച്ചുപോയി അത് കേട്ടിട്ട്. ഒരു സഹോദരി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവൻ എന്നെ വളരെ കരുതലോടെയാണ് നോക്കിയിരുന്നത്. വല്യമ്മ നോക്കുമ്പോൾ എന്താ ഇവനെൻ്റെ കൈ പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോകുന്നു, മഴയുള്ളപ്പോൾ അവൻ്റെ കൂടെ എനിക്ക് തരുന്നു. അതെല്ലാം കണ്ടപ്പോൾ അവർക്ക് തോന്നിക്കാണും എന്നെ അവനേക്കാൾ നന്നായിട്ട് ആർക്കും നോക്കാനാവില്ല എന്ന്. അങ്ങനെയാണ് അവർ ഈ ആലോചന മുന്നോട്ട് വെച്ചത്. പക്ഷേ ഞങ്ങൾക്കത് വലിയ സങ്കടമായി. ഞങ്ങൾ പരസ്പരം സഹോദരങ്ങളെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ഇവനാണെങ്കിൽ അന്ന് അവരെ ബ്രോക്കർ വല്യമ്മ എന്നാണ് രഹസ്യമായി വിളിച്ചിരുന്നത്. അത് കേട്ട് രാധികയും വീണ്ടും ചിരിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ജാതകത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് എന്നെ കെട്ടാൻ തീരുമാനിച്ചില്ലേ? അന്ന് വല്യമ്മ പറഞ്ഞു, ഹരിയുടെ വീട്ടുകാരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാമെന്ന്. അന്നേരം വല്യച്ഛൻ ഒച്ചയെടുത്തു, ഹരി കോളേജിൽ പഠിക്കുന്നതല്ലേ, അവനെ കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചത്. അതുകൊണ്ട് ആ ആലോചന അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇത്രയൊക്കെ അടുപ്പം നിങ്ങൾ ഉണ്ടായിട്ടാണോ പിന്നെ നിങ്ങളുടെ ബന്ധം മുറിഞ്ഞു പോയത്? അന്നൊക്കെ ഈ ഫോണും വാട്സപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ കാണാൻ പറ്റില്ലെങ്കിലും വിവരമൊക്കെ അറിയുമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഒട്ടും കോണ്ടാക്റ്റ് ഇല്ലാതെ പോയത്. ശരിയാ, കോളേജിലൊക്കെ ചേരുന്നത് വരെ ഞാൻ ഇടയ്ക്കൊക്കെ അന്വേഷിക്കുമായിരുന്നു. പഠിത്തത്തിൻ്റെ തിരക്കിലോട്ട് കയറിയപ്പോൾ ഞാനും നിന്നെ അങ്ങ് മറന്നുപോയി. അതല്ലെങ്കിലും അങ്ങനെയല്ലേ, മറക്കാനാണല്ലോ മനുഷ്യന് ഏറ്റവും എളുപ്പം. എന്തായാലും ബ്രോക്കർ വല്യമ്മ കൊള്ളാം. പാവം, അവരന്ന് എന്നോടും ഇവനോടും ഉണ്ടായ ഇഷ്ടം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. മാതാപിതാക്കൾ എപ്പോഴും അങ്ങനെയാണല്ലോ, മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി അവരെന്നും സ്വാർത്ഥരാകും. ലതയൊന്ന് നിർത്തി. ദാസന്റെ നോട്ടം അന്നേരം രാധികയ്ക്ക് നേരെയായിരുന്നു. രാധികയുടെ മുഖവും ഒന്ന് താഴ്ന്നു. അഭിരാമിയെയാണ് 2 പേരും അന്നേരം ഓർത്തത്. അഭിരാമിയെ രാധികയ്ക്ക് ആദ്യം വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ അവളുടെ വീട്ടുകാർ തങ്ങളോട് ചെയ്ത ചതി, അതുമാത്രമാണ് അവളോട് അവർക്ക് ദേഷ്യം. ലതയുടെ സംസാരം അവരെ ഓർമ്മകളിൽ നിന്നും ഉണർത്തി. ഇന്ന് ആ വല്യമ്മയുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ മനസ്സിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന്. ആ വല്യമ്മയെപ്പോലെ ഇപ്പോൾ ഞാനും നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടാൻ പോവുകയാണ്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എനിക്കൊരു മറുപടി നിങ്ങൾ തരണം. ദാസനും രാധികയും പരസ്പരം നോക്കി. മാലതിയുടെ മുഖത്തും ഒരു പരിഭ്രമം തെളിഞ്ഞു. ദേവിമോളെ എനിക്ക് തന്നൂടെ, എൻ്റെ വിച്ചുവിൻ്റെ പെണ്ണായിട്ട്? ഏറെ പ്രതീക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ലത ചോദിച്ചു. എന്താ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ആലോചിക്കാൻ സമയം വേണമായിരിക്കും അല്ലേ? അതങ്ങനെയല്ല ചേച്ചി. അവളുടെ ജീവിതത്തിൽ അവളുടെ കല്യാണം മുടങ്ങിയ കാര്യമാണെങ്കിൽ അതൊക്കെ ആമി പറഞ്ഞ് എനിക്കെല്ലാം അറിയാം. അതിലൊന്നും ദേവിയുടെ ഒരു തെറ്റുമില്ലല്ലോ. രാധിക പറയാൻ തുടങ്ങിയതിനെ തടഞ്ഞുകൊണ്ട് ലത സംസാരിച്ചു. ദർശൻ പറഞ്ഞ് വിച്ചുവിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. മോനെപ്പോലത്തെ ഒരാളുടെ കൂടെ എൻ്റെ മോള് എന്നും സന്തോഷത്തിലായിരിക്കും. അവർക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്കൊരു വിരോധവുമില്ല. നമുക്ക് അവരോട് കൂടി ഒന്ന് ചോദിക്കാം. അല്ലേ എന്ന ഭാവത്തിൽ രാധിക ദാസനെ നോക്കി. അയാൾ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അവരോടിപ്പോൾ ഒന്നും ചോദിക്കേണ്ട, അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന ദർശൻ പറഞ്ഞു. ഞാൻ നിങ്ങൾ പറഞ്ഞതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എന്താ മോനെ, നിനക്കെന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ ഈ ആലോചനയിൽ? ലത ഒരല്പം വിഷമത്തോടെ ചോദിച്ചു. നീയല്ലേ എപ്പോഴും വിച്ചുവിനെ കുറിച്ചെല്ലാം നല്ലത് പറയാറ്? നല്ലൊരു പയ്യനാണെന്നൊക്കെ എപ്പോഴും എന്നോട് പറയാറില്ലേ? വിച്ചി ഇപ്പോഴും നല്ല പയ്യൻ തന്നെയാണ്. എൻ്റെ ദേവിമോൾക്ക് അവനേക്കാൾ ചേരുന്ന ഒരു പയ്യൻ വേറെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പിന്നെ എന്താ ഈ ആലോചനയുടെ കാര്യം അവരോട് പറയണ്ട എന്ന് നീ പറഞ്ഞത്? ഇപ്പോൾ അവരോട് പറയണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. രാധികയും ലതയും സംശയത്തോടെ ദർശനെ നോക്കി. അങ്ങനെയൊരു ആലോചന നിങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് മുൻപ് എല്ലാം പ്ലാൻ ചെയ്ത ഒരാൾ ഇവിടെയുണ്ട്, ആമി. അവൾക്കാണ് വിച്ചുവിനെയും ദേവിയെയും ഒന്നിപ്പിക്കണമെന്ന് ആദ്യമേ ആഗ്രഹം തോന്നിയത്. ദാസൻ അത് പറഞ്ഞപ്പോൾ ദർശൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. പക്ഷേ അതൊരാലോചനയായി മുന്നോട്ട് വെച്ചാൽ 2 പേരുടെയും ഉത്തരം നോ എന്നായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ആലോചനയുടെ കാര്യം ഇപ്പോൾ പറയണ്ട എന്ന് ഞാൻ പറഞ്ഞത്. ആദ്യം അവർ പരസ്പരം മനസ്സിലാക്കട്ടെ,
പരസ്പരം ഒത്തുപോകുമെന്ന് അവർക്ക് തന്നെ തോന്നട്ടെ. എന്നിട്ട് നമുക്ക് ഈ കാര്യം അവരോട് പറയാം. എന്താ, അതുപോരെ? ആമിയാണ് ഇങ്ങനെയൊരു കാര്യം മുന്നോട്ട് വെച്ചത്. ഈ കൂടിക്കാഴ്ച പോലും അവരുടെ പ്ലാൻ ആയിരുന്നു. മതി, അത് മതി. ആമിമോള് പറഞ്ഞതാ ശരി. അത് പറയുമ്പോൾ ലതയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു. രാധികയും ആ അഭിപ്രായത്തോട് യോജിച്ചു. മാലതിയാണെങ്കിൽ അത്രയും നാൾ അഭിരാമിയോടുണ്ടായ ദേഷ്യം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു പോയതുപോലെ ആ ഒരവസ്ഥയിലായി. അവൾ വേഗം നിലത്തു നിന്നും ചാടി പിടഞ്ഞെഴുന്നേറ്റു. എന്നാലേ ഞാൻ പോയി ഈ സന്തോഷത്തിന് കുറച്ച് പായസം വെക്കട്ടെ? മാലതി ഉത്സാഹത്തോടെ ചോദിച്ചു. ഇപ്പോഴോ? പിന്നല്ലാതെ, ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ തന്നെ ചെയ്യണ്ടേ? അതും പറഞ്ഞവൾ നേരെ അടുക്കളയിലേക്ക് ഓടി. മാലതി പറയുന്നത് കേട്ട് മൂവരും ചിരിച്ചു.